ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാറ്റിസ് അഥവാ സമസ്ഥിതിക്കാനുള്ള രാസസന്ദേശങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിന്റെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് മുന്നിലെത്തിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എന്തെല്ലാമാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രന്ഥികളും അതുപോലെ തന്നെ കുറച്ച് ഹോർമോൺസിനെ പറ്റി പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ ഗ്രന്ഥികളാണ് ഏതൊക്കെ ഹോർമോൺസ് ആണ് പഠിക്കാനുള്ളത്, അതുപോലെ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഗ്രന്ഥി അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസും ഏതൊക്കെയാണെന്നാണ്, പിന്നെ ആ ഒരു ഗ്രന്ഥിയുടെ സവിശേഷതകളും അതെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ ഗ്രന്ഥികൾ ഹോർമോൺസും ഏതൊക്കെയാണെന്നുള്ളതിന് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിരുന്നു. അത് കാണുക. പക്ഷേ വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. കാരണം ആ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സ്ലൈഡ് തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, അത് കാണുന്നു. ഓക്കെ, അപ്പം നോക്കുക, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കയറുമ്പം നിങ്ങൾക്ക് ഞാൻ വളരെ ഒരു പെട്ടെന്നാണ് വിടാൻ പോകുന്നത്. കാരണം നമുക്കറിയാം SSLC ആണ്, സമയമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഞാൻ വിടാൻ പോവുകയാണ്. അന്തസ്രാവി വ്യവസ്ഥയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള. അന്തസ്രാവി വ്യവസ്ഥ, എന്തായത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്, ദ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ആൻ ഓർഗൻ സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് ഗ്രന്ഥികളും അതുപോലെ തന്നെ ഹോർമോൺസും ചേർന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥികളും അതുപോലെ ഹോർമോൺസും ചേർന്നതാണ് ഈ ഒരു അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ് ചേർന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ തൊട്ടിട്ട് പോലും ഇല്ലാത്തവർ, അത് എന്താണ് ഈ ചാപ്റ്റർ എന്ന് അറിയാത്തവർക്കുള്ള ഇപ്പം തോന്നുന്ന ഡൗട്ട് ആയിരിക്കും, ഹോർമോൺസ് എന്നാൽ എന്താണ്, ഹോർമോണുകൾ എന്നാൽ എന്താണ്. അപ്പോൾ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് നമ്മുടെ ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പം കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ കോശങ്ങളുടെ ആ ഒരു പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ്, കംപ്ലീറ്റ് ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, കുറച്ചുണ്ട്. ഓക്കെ, നോക്കുക, നമ്മുടെ ഫസ്റ്റ് പഠിക്കാനുള്ള പാൻക്രിയാസ് ഗ്ലാൻഡ് ആണ്. പാൻക്രിയാസ് ഗ്ലാൻഡ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പിന്നെ ഉള്ളത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്, തൈറോക്സിനും കാൽസിറ്റോണിനും. പിന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, അത് പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ തൈമസ് ഗ്ലാൻഡ്, തൈമോസിൻ. അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനാലിൻ, നോ അഡ്രിനാലിൻ, കോർട്ടിസോൾ, അൾഡോസ്റ്ററോൺ, സെക്സ് ഹോർമോൺസ്. പൈനിയൽ ഗ്ലാൻഡ്, മെലാറ്റോണിൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സൊമാറ്റോട്രോപിൻ മാത്രമല്ല TSH, ACTH, GTH, പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. TSH എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, GTH ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഓക്കെ, പിന്നെ സെക്സ് ഹോർമോൺസ് ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. പിന്നെ ഉള്ളത് പ്ലാന്റ് ഹോർമോൺസ് ആണ്, ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, അബ്സസിക് ആസിഡ്, എത്തിലിൻ. ഓക്കെ, മലയാളത്തിലുണ്ട് ഗ്രന്ഥികളും ഹോർമോണുകളും. പാൻക്രിയാസ് ഗ്രന്ഥി, ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ. തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോക്സിൻ, കാൽസിറ്റോണിൻ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി, പാരാതോർമോൺ. തൈമസ് ഗ്രന്ഥി, തൈമോസിൻ. അഡ്രിനൽ ഗ്രന്ഥി, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ, അൾഡോസ്റ്ററോൺ, ലൈംഗിക ഹോർമോണുകൾ. പൈനിയൽ ഗ്രന്ഥി, മെലാറ്റോണിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, സൊമാറ്റോട്രോപിൻ. പിന്നെ അതുപോലെ തന്നെ സൊമാറ്റോട്രോപിൻ മാത്രമല്ല, TSH ഉണ്ട്, ECTH ഉണ്ട്, GTH ഉണ്ട്. അപ്പോൾ കുറച്ചും അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞു. പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ. അതുപോലെ ലൈംഗിക ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. പിന്നെ സസ്യ ഹോർമോണുകൾ ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിൻ, അബ്സസിക് ആസിഡ് ആൻഡ് എഥിലിൻ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ള. ഈ ഒരു ഹോർമോൺസും അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഇതിനെപ്പറ്റിയെല്ലാം പഠിച്ചു കഴിയുമ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് സെറ്റാക്കി വെക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഗ്ലാൻഡ് ആയിട്ടുള്ള പാൻക്രിയാസ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, നമ്മുടെ പാൻക്രിയാസ് ഗ്ലാൻഡ് അഥവാ പാൻക്രിയാസ് ഗ്രന്ഥിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് പാൻക്രിയാസ് ഗ്ലാൻഡ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോണും എന്ന് പറയുന്നത്. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഗ്രന്ഥി
മനസ്സിലായി? ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ. ഓക്കെ, ഗ്ലൂക്കഗോൺ. ഓക്കെ, നമുക്ക് ഇൻസുലിൻ അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ. ഓക്കെ, നോക്കുക, ഇത് പാൻക്രിയാസ് ഗ്രന്ഥിയില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, അപ്പൊ പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ആമാശയത്തിന്റെ തുടർച്ചയായിട്ട് പക്വാശയത്തിൽ കാണപ്പെടുന്ന എന്താ പറയാ ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. നമുക്ക് പക്വാശയത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥി. ഓക്കെ, പക്വാശയത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ആമാശയം എന്ന് പറയുന്നത്. ആമാശയം, പാൻക്രിയാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്രന്ഥിയിലുള്ളതാണ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത് ഈ ഒരു പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ളതാണ്. ഓക്കെ, പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ളതാണ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിൽ നിന്നാണ് നമ്മുടെ ആൽഫ സെൽസും അതുപോലെ തന്നെ ബീറ്റ സെൽസും ഉള്ളത്. ആൽഫ സെൽസും അതുപോലെ തന്നെ ബീറ്റ സെൽസും ഉള്ളത്. ഓക്കെ, അപ്പം കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് ഹോർമോൺസ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഓക്കെ, ഗ്ലൂക്കഗോൺ ആൽഫ കോശങ്ങൾ അല്ലെങ്കിൽ ആൽഫ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ബീറ്റ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പൊ തിരിഞ്ഞു പോരുത്, ആൽഫ സെൽസ് ഗ്ലൂക്കഗോണും ബീറ്റ സെൽസ് ഇൻസുലിനും. ഓക്കെ, നോക്കുക, ആൽഫ സെൽസ് ഗ്ലൂക്കഗോണിനെയും ബീറ്റ സെൽസ് ഇൻസുലിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണിനെയും ബീറ്റ കോശങ്ങൾ ഇൻസുലിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നോക്കുക, ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇൻസുലിൻ നോക്കുക, ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇൻസുലിൻ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് convert glucose into glycogen in the liver and muscles. Converts the glycogen stored in the liver to glucose. Glucogen എന്ന ഹോർമോണാണ്. സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. ഓക്കെ, അതായത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും, അതായത് ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് ഇൻസുലിന്റെ പ്രവർത്തനം കൂടും. ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് ഇൻസുലിന്റെ പ്രവർത്തനം കൂടുമ്പോൾ ബാക്കി വരുന്ന കൂടിയ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും കരളിലും പേശികളിലും വെച്ച് ബാക്കി വന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയും ചെയ്യും. ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കുറയുമ്പം കൂട്ടുന്ന ഒരു ഹോർമോണാണ്. അപ്പം ഈ ഒരു കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജന്, നമ്മൾ നേരത്തെ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി. ഇവിടെ ഗ്ലൂക്കോഗോൺ വരുമ്പം ആ ഒരു ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, പിന്നെ ഗ്ലൂക്കോഗോൺ ചെയ്യുന്ന മറ്റൊരു ധർമ്മം അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഓക്കെ, ഇവയാണ് ഇവിടെ നിന്ന് പഠിക്കാനുള്ള. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കൂടുമ്പം കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കുറയുമ്പം കൂട്ടാൻ സഹായിക്കുന്ന ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് കുറയുമ്പം കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ. ഇനി നോക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. ഓക്കെ, നമ്മുടെ രക്തത്തിൽ ഒരു ഗ്ലൂക്കോസിന്റെ അളവുണ്ട്, അത് സാധാരണ അളവാണ്. അതിൽ കൂടുമ്പം നമുക്ക് രോഗം വരാം, കുറയുമ്പോഴും രോഗം വരാം. അപ്പം ആ ഒരു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 to 110 mg/100 ml ആണ്. ഓക്കെ, നമ്മുടെ 100 ml രക്തത്തിൽ 70 to 110 mg ഗ്ലൂക്കോസ് വേണം. അപ്പം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 to 110 mg/100 ml. അപ്പം ഇതിൽ നിന്ന് കൂടാൻ കാരണം ഇൻസുലിന്റെ ഉൽപാദന കുറവ്, കുറയാൻ കാരണം ഗ്ലൂക്കോഗോണിന്റെ ഉൽപാദന കുറവ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കുക, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. അപ്പോൾ നോക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70 to 110 mg/100 ml ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70 to 110 mg/100 ml ആണ്. അപ്പം ഇതിൽ നിന്ന് കൂടുമ്പോൾ ഹൈ ആകുമ്പോഴും ഇതിൽ നിന്ന് ലോ ആകുമ്പോഴുള്ള ചിത്രീകരണം പൂർത്തിയാക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിന്റെ ഉൽപാദനം എന്ത് ചെയ്യും? ഇൻസുലിന്റെ ഉൽപാദനം കൂടുമോ കുറയുമോ? ഇൻസുലിന്റെ
ഇൻസുലിൻ്റെ ഉൽപാദനം കൂടുന്നു, ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപാദനം കുറയുന്നു. ഇൻസുലിൻ്റെ ഉൽപാദനം കൂടിയാലേ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയത്തുള്ളൂ. ഇൻസുലിൻ ഉൽപാദനം കൂടുമ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപാദനം കുറയുന്നു. അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോഗോണിൻ്റെ ഉൽപാദനം കൂടുന്നു, ഇൻസുലിൻ്റെ ഉൽപാദനം കുറയുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോസ് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി വെക്കുന്നു. അതുപോലെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഗ്ലൂക്കോഗോണിൻ്റെയും ധർമ്മം. സോ നിങ്ങൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോഗോണിൻ്റെയും ധർമ്മം ഈ ഒരു ഫ്ലോ ചാർട്ട് ഈ ഒരു സംഭവം പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങളത് പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു രോഗമാണ്. ഓക്കെ, ഈ ഒരു ഇൻസുലിൻ്റെ ഗ്ലൂക്കോഗോണിൻ്റെ എന്താ പറയുക പ്രവർത്തനം ഫലമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അമിതോൽപാദനം കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു രോഗം. നിങ്ങൾക്ക് നിങ്ങളുടെ SSLC ബയോളജിയിൽ ചാപ്റ്റർ 3 പാൻക്രിയാസ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഏക രോഗം അല്ലെങ്കിൽ ഒരേ ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഒക്കെ നോക്കുക. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. ബീറ്റാ കോശങ്ങളുടെ തകരാറ് മൂലം ഇൻസുലിൻ ഉൽപാദനത്തിലെ കുറവാണ് ഇതിന് കാരണം. ഇവിടെ നമ്പർ ഞാൻ കൊടുക്കുന്നത് 126 mg/100 ml. ഇത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രക്തപരിശോധനയിൽ ഈ ഒരു അളവാണ് കാണിക്കുന്നത്. 126 mg/100 ml ഈ ഒരു അളവാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് മുകളിലാണ് കാണിക്കുന്നതെങ്കിൽ അയാൾക്ക് പ്രമേഹമാണ്. ആ ഒരു പ്രമേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് 126 mg/100 ml എന്ന് പറയുന്നത്. ഇനി നോക്കുക ഇതിന്റെ ലക്ഷണം. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കൽ. ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ്, ഫ്രീക്വന്റ് യൂറിനേഷൻ. ഇതാണ് നമ്മുടെ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് സ്ലൈഡാണിത്. നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഇതേ ഒരു മോഡലിൽ ഒരു 3 മാർക്കിന് ചോദ്യം വന്നായിരുന്നു. ഡാഷ് ടെസ്റ്റ് ഈസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഡാഷ്. അപ്പം ആ ഒരു ടെസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് ബെനഡിക്റ്റ് ടെസ്റ്റ് ആണ്. അപ്പം ഇത് ഓണപരീക്ഷയ്ക്ക് ബെനഡിക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വളരെ ടഫ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു പാൻക്രിയാസ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമൊക്കെ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് SSLC പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഇതിൻ്റെ വീണ്ടും പാർട്ടുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.